ഹായ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണം കുട്ടി പ്ലേറ്റോടെ തട്ടിത്തെറിപ്പിച്ച് നുള്ളുപോലും ചോറ് വായിൽ വെക്കാതെ ഇല്ല എന്ന് പറഞ്ഞലറുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? ഇനി ഇവൻ എന്ത് കൊടുക്കും? ഭാരം കൂട്ടാൻ വേറൊരു വഴിയുമില്ല എന്ന് ചിന്തിച്ച് സങ്കടപ്പെടാറില്ലേ? ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായ എനിക്ക് നിങ്ങളുടെ വിഷമം നന്നായി അറിയാം. ആദ്യം തന്നെ പറയട്ടെ, ഇത് നിങ്ങളുടെ വളർത്തലിൻ്റെ കുഴപ്പമല്ല. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 7 ദിവസം കൊണ്ട് കുട്ടിയുടെ പിക്കി ഈറ്റിംഗ് മാറ്റി അവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന ഒരു സയൻറ്റിഫിക്കായ മെത്തേഡുമായിട്ടാണ്. ഇതിൽ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കലോ ദേഷ്യപ്പെടലോ ഇല്ല. വീഡിയോ മുഴുവനായി കാണുക. ഞാൻ സയ്യിദ് മുഹമ്മദ് മുബഷിർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. ആദ്യം തന്നെ മനസ്സിലാക്കാം, എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്. 2 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഇത് 100% നോർമലായ കാര്യമാണ്. കുട്ടിയുടെ ബ്രെയിൻ പുതിയ രുചികളും ടെക്സ്ചറുകളും പഠിക്കാൻ ശ്രമിക്കുകയാണ്. ചിലപ്പോൾ അതൊരു സെൻസറി ഇഷ്യൂ ആകാം. അതായത് ചില ഭക്ഷണങ്ങളുടെ സ്പർശനം അവർക്കിഷ്ടമാകില്ല, അല്ലെങ്കിൽ വായുടെ മസിലുകൾക്ക് ഭക്ഷണം ചവക്കാനുള്ള ശക്തി കുറവായതുകൊണ്ടുമാകാം. ഇതിനെ ഓറൽ മോട്ടോർ ഡിലേ എന്ന് പറയും. ചില കുട്ടികൾക്ക് അവരുടെ കൺട്രോൾ, അതായത് അവർക്ക് എന്ത് വേണമെന്ന് അവർ തന്നെ തീരുമാനിക്കും. അതിൽ ആരും ഇടപെടുന്ന അവർക്ക് ഇഷ്ടമല്ല. ഇത്തരം കൺട്രോൾ കാണിക്കാൻ വേണ്ടിയും ഇങ്ങനെ വാശി പിടിക്കാറുണ്ട്. ഇനി പിക്കി ഈറ്റിംഗ് മാറ്റിയെടുക്കാനുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞു തരാം. അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് വരെ അംഗീകരിച്ച എല്ലിൻ സാറ്റർ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന തിയറിയാണിത്. പേര് കേട്ട് പേടിക്കണ്ട, വളരെ ലളിതമായ ഒരു നിയമമാണിത്. അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി വിഭജിക്കുക. മാതാപിതാക്കളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുട്ടിക്ക് എന്ത് ഭക്ഷണം കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എവിടെ വെച്ച് കൊടുക്കണം എന്ന് തീരുമാനിക്കൽ മാത്രമാണ്. എന്നാൽ കുട്ടിയുടെ ഡ്യൂട്ടിയോ നിങ്ങൾ കൊടുത്ത ആ ഭക്ഷണത്തിൽ നിന്ന് എത്ര അളവ് കഴിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ അത് കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. നമ്മൾ എപ്പോഴും നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾക്കത് സ്ട്രെസ്സാകും. പകരം അവരെ ഒന്ന് വിശ്വസിച്ച് ഈ രീതിയിൽ ആ സ്വാതന്ത്ര്യം കൂടി കൊടുത്തു നോക്കൂ. ഈ ഫുഡ് ടൈമുള്ള യുദ്ധങ്ങൾ തന്നെ ഇല്ലാതാകും. 7 ദിവസത്തിനുള്ളിൽ വലിയ മാറ്റം നമുക്ക് തന്നെ കാണാം. അതാണ് ഈ തിയറി പറയുന്നത്. ഇനി പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം, ഒരു കുട്ടിക്ക് ഒരു പ്ലേറ്റ് നിറയെ ചോറ് കൊടുത്താൽ അവർ കഴിക്കില്ല. പകരം കുട്ടികൾക്ക് നമ്മൾ ഫിംഗർ ഫുഡ്സ് കൊടുക്കണം. എന്താണ് ഈ ഫിംഗർ ഫുഡ്? കുട്ടികൾക്ക് സ്വന്തമായി 2 വിരലുകൾ കൊണ്ട് എടുത്തു കഴിക്കാൻ പാകത്തിന് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുന്ന ഭക്ഷണമാണിത്. ഇത് വിരലുകളുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടാനും സ്വന്തമായി ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം, ഇൻഡിപെൻഡൻറ്റ് ഈറ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കും. ഇനി നമ്മുടെ കുട്ടിക്കാലം ഒന്ന് ഓർത്ത് നോക്കൂ. അന്നത്തെ നമ്മുടെ ഫിംഗർ ഫുഡ്സ് ഏതൊക്കെയായിരുന്നെന്ന് അറിയാമല്ലോ. പുഴുങ്ങിയ ഏത്തപ്പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഉണ്ണിയപ്പത്തിൻ്റെ പാതി, ചക്കച്ചുള, വേവിച്ച കടല, ശർക്കര വരട്ടി, ഇതൊക്കെ നമ്മൾ മുറ്റത്ത് കൂടി ഓടി നടന്ന് സ്വന്തമായി എടുത്ത് കഴിച്ചിരുന്നില്ലേ? അന്ന് ആരും നമ്മുടെ പിറകെ ചോറുമായി നടന്നിരുന്നില്ലല്ലോ. ആ ഒരു നാച്ചുറൽ രീതിയിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. കാലം മാറി. ഇന്നത്തെ കുട്ടികളെ ആകർഷിക്കുന്ന പച്ചക്കറികൾ ഒളിപ്പിച്ചു വെച്ച 7 കിടിലൻ കളർഫുൾ ഫിംഗർ ഫുഡ്സ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താം. ഒന്നാമതായി, റാഗി ദോശയിൽ ക്യാരറ്റും ചീരയും ഗ്രേറ്റ് ചെയ്തെടുത്ത് റോളാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയത്. രണ്ടാമതായി, ഇഡ്ലിയിൽ ചീസും കുക്കുംബറും വെച്ച് സാൻഡ്വിച്ച് പോലെ രസകരമായ ഷേപ്പിലാക്കിയത്. മൂന്നാമതായി, പനീറും കാപ്സിക്കവും ചെറിയ മസാലയിൽ ചേർത്തുള്ള ബൈറ്റ്സ്. 4, സേമിയയിൽ കളർഫുൾ പച്ചക്കറികൾ ചേർത്തത്. 5, റവയും തൈരും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മിനി ടാക്കോ. 6, ബീട്രൂട്ട് ചേർത്ത് കളർഫുള്ളാക്കിയ പനിയാരം. അവസാനമായി, കുട്ടികൾക്ക് ഭാരം കൂട്ടാൻ ഏറ്റവും മികച്ച വേവിക്കാതെ ഉണ്ടാക്കാവുന്ന സ്വീറ്റ് ബോൾസ്. ഓരോന്നും ഉണ്ടാക്കാൻ ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ മതി. ഇനി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന നിലയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ കുട്ടി ഭക്ഷണം വായിൽ വെക്കാൻ പോലും മടിക്കുന്നുണ്ടോ? എപ്പോഴും വായിൽ നിന്ന് ഉമിനീരൊലിക്കുന്നുണ്ടോ, അതായത് ഡ്രൂളിങ്? അതുപോലെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ അതൊരു ഓറൽ മോട്ടോർ ഡിലേ അല്ലെങ്കിൽ സെൻസറി ഇഷ്യൂസ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോന്നിയാൽ ഉടനെ തന്നെ ഒരു പീഡിയാട്രീഷ്യനെ കണ്ട് ഏർലി ഇൻ്റർവെൻഷൻ ആരംഭിക്കുക. അടുത്തതായി, ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ഹാക്സുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഒന്നാമതായി, കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം, സേഫ് ഫുഡ്, എപ്പോഴും പ്ലേറ്റിൽ ഒരു മൂലയിൽ വെക്കുക. കൃത്യമായ സമയക്രമം പാലിക്കുക. 3 മെയിൻ മീൽസ് +2 സ്നാക്ക്.
ഇതാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഭക്ഷണം കഴിക്കുമ്പോൾ ടി വിയോ മൊബൈൽ ഫോണോ കാണിക്കരുത്. കുടുംബവുമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. എപ്പോഴാണ് ഇനി ടെൻഷൻ അടിക്കേണ്ടതെന്ന് നോക്കാം. കുട്ടിയുടെ ഭാരം അടുപ്പിച്ച് 3 മാസം കുറയുകയോ കുട്ടിക്ക് ക്ഷീണം, ഡീഹൈഡ്രേഷൻ അനുഭവപ്പെടുകയോ ചെയ്താൽ തീർച്ചയായും ഡോക്ടറെ കാണണം. ഇനി ഞാൻ മുന്നേ പറഞ്ഞ 7 റെസിപ്പികളും ഭാരം കൂട്ടാനുള്ള ടിപ്പുകളും അടങ്ങിയ 7 ഡേ മീൽ പ്ലാനർ PDF നമ്മുടെ വാട്സപ്പ് ചാനലിൽ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനലിൻ്റെ ലിങ്ക് പിൻ്റെ കമൻറ്റിലുണ്ട്. നിങ്ങളുടെ കുട്ടിയുടെ പിക്കി ഈറ്റിംഗ് അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായ 0 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മൈൽ സ്റ്റോൺസിൻ്റെ ചെക്ക് ലിസ്റ്റുമായിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദങ്ങളിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിക്കുമ്പോൾ കിട്ടുന്ന ക്ലിങ് എന്ന ശബ്ദമാണ്. അത് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെല്ലാവരും എന്നെ കേൾപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.